പി.ആർ. ശിവശങ്കർ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾ പ്രചോദനം നൽകുന്നതാണ്. പക്ഷേ നോക്കൂ, ഇത്ര ദിവസമായിട്ട് പഹൽഗാം ഭീകരാക്രമണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ടും തിരിച്ചടി വൈകിയാണ് എന്ന രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. ഭാരതത്തിന് കെൽപ്പില്ല എന്ന രീതിയിൽ പ്രചരണം നടക്കുന്നുണ്ട്. നമുക്കറിയാം, ഭാരതത്തിനകത്ത് തന്നെ ഭാരതത്തിൻ്റെ ശത്രുക്കളുണ്ട്. ആ കോണുകളിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടക്കുന്നത്. അനിൽ, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആധുനിക കാലഘട്ടത്തിൽ യുദ്ധം എന്നുള്ളത് വെറും യുദ്ധ ഉപകരണങ്ങൾ കൊണ്ട് അന്യോന്യം ശത്രു രാജ്യങ്ങളിലെ ആളുകളെ വെടിവെച്ച് ഇടുന്നത് മാത്രമല്ല. യുദ്ധത്തിന്റെ വിജയം ഒരു ആർട്ട് ഓഫ് വാർ എന്ന ഒരു ചൈനീസ് പുസ്തകമുണ്ട്. ഇന്നും ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു സൈനിക പുസ്തകമായി, ഒരു ടെക്സ്റ്റ് ബുക്കായിട്ടാണ് ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ളത്. ആ പുസ്തകത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: യുദ്ധത്തിന് തുടങ്ങുമ്പോൾ തന്റെ യുദ്ധതന്ത്രങ്ങൾ, യുദ്ധ സാമഗ്രികൾ അത് ശക്തിപ്പെടുത്തുവാനും മൂർച്ച കൂട്ടുവാനുമാണ് 75% ഉപയോഗിക്കേണ്ടത്. ബാക്കി 25% അവസാനത്തെ ചില മണിക്കൂറുകൾ മാത്രമാണ് യുദ്ധം ചെയ്യുവാൻ നമ്മൾ പ്രയോഗിക്കേണ്ടത് എന്ന് ആർട്ട് ഓഫ് വാറിൽ പറയുന്നു. അത് വളരെ വ്യക്തമായ കാര്യമാണ്. എനിക്ക് തോന്നുന്നത് സത്യത്തിൽ കേന്ദ്ര സർക്കാരും അമിത്ഷയും നരേന്ദ്രമോദിയും ചെയ്യുന്നത് യുദ്ധത്തിന് മുൻപ് തന്നെ പാകിസ്ഥാനെ തോൽപ്പിച്ചു കഴിഞ്ഞു. ഒരു വെടിയുണ്ടയും പുറത്തേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പാകിസ്ഥാൻ ഏതാണ്ട് പൂർണ്ണമായി പരാജയപ്പെട്ട ഒരവസ്ഥയിലാണ് ഉള്ളത്. ഞാൻ അതിന് പ്രധാനപ്പെട്ട 2-3 കാര്യങ്ങൾ ഞാൻ മാത്രം പറയാം. ഒന്ന്, ഇന്ന് നോക്കൂ, ഒരു രാജ്യാന്തര തലത്തിൽ ഒരു പക്ഷേ ഇന്ന് 99% രാജ്യങ്ങളും ഇന്ത്യയോടൊപ്പമാണ്, ഇന്ത്യയെ അംഗീകരിക്കുകയാണ്, അതല്ലെങ്കിൽ പാകിസ്ഥാനെ അപലപിക്കുകയാണ്. നമുക്കറിയാം, ഇപ്പൊ US ആയാലും ജർമ്മനി ആയാലും UK ആയാലും ഓസ്ട്രേലിയ ആയാലും അതുപോലെ തന്നെ ബ്രസീലോ, ഇവൻ ഇപ്പോ ട്രൂഡോയ്ക്ക് ശേഷം വന്ന കാനഡയിലെ കാർണിവൽ അടക്കം ഇന്ന് ഇന്ത്യയെ പിന്തുണയ്ക്കുകയാണ്. അപ്പോ സൗത്ത് ആഫ്രിക്ക അടക്കം. അങ്ങനെ ഇന്ത്യയോട് പണ്ടുമൊട്ടേ ഒരുമിച്ചിരുന്ന രാജ്യങ്ങളും ഒരല്പം ഇന്ത്യയോടെല്ലാം അകന്നു നിന്നിരുന്ന കാനഡ പോലുള്ള രാജ്യങ്ങളിലെ പുതിയ നേതൃത്വവും ഇന്ന് ഇന്ത്യയെ അംഗീകരിക്കുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. മറുഭാഗത്ത് നോക്കൂ, ഒരുപക്ഷെ കുറച്ചു നാൾ മുമ്പ് വരെ പാകിസ്ഥാനിനൊപ്പം നിന്ന ഒപ്പക് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം കൺട്രീസ്, അവരിലെ സൗദി അറേബ്യയും അതുപോലെ തന്നെ UAEയും അതുപോലെ തൊട്ടപ്പുറത്തുള്ള അഫ്ഗാനിസ്ഥാൻ വരെ ഇന്ന് ഡയറക്ട്ലി ദേ ആർ അഗെയിൻസ്റ്റ് പാകിസ്ഥാൻ. പാകിസ്ഥാനോട് ശക്തമായി എതിർക്കുന്നു, അവരോട് എതിർപ്പുണ്ടാക്കാൻ വളരെ ശക്തമായി പ്രതിഷേധം അറിയിക്കുന്നു. തുർക്കി പോലുള്ള ഒരു രാജ്യം ഇന്ന് 2-3 ദിവസം ഒക്കെ വാർത്തയുണ്ടായിരുന്നു, തുർക്കി ഇത് പാകിസ്ഥാന് ആർമി സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ആംസ് ആൻഡ് അമ്യൂണിഷൻസ് നൽകിയിരിക്കുന്നു എന്നുള്ള വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പ്രസിഡന്റ് തന്നെ അതൊക്കെ നിഷേധിച്ചിരിക്കുന്നു. വി നെവർ ഗിവൺ എ സിംഗിൾ ടു ദ പാകിസ്ഥാൻ എന്ന് അവരുടെ പ്രസിഡന്റ് തന്നെ പറഞ്ഞിരിക്കുന്നു. അത് നേരത്തെയുള്ള ഒരു കാര്യപ്രകാരം ഒരു വിമാനം പോയതാണെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ടർക്കി പോലും അതല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു മറ്റൊരു ഭീകര രാജ്യമെന്ന് ഒരുപക്ഷെ വിജയിപ്പിച്ചിരുന്ന അഫ്ഗാനിസ്ഥാൻ വരെ ഇന്ന് പാകിസ്ഥാനോട് ശക്തമായി എതിർക്കുന്നു, അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കുന്നു എന്നുള്ളത്. ചൈന ഒഴിച്ച് എല്ലാവരും നമ്മുടെ കൂടെയുണ്ട്. സത്യം, ചൈന ഒഴിച്ച്. അതുകൊണ്ടാണ് 99% രാജ്യങ്ങളും പാകിസ്ഥാൻ എതിരായിരിക്കുന്നു എന്നുള്ളത്. യുദ്ധത്തിന് മുൻപ് തന്നെ പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നുള്ളതിന്റെ തെളിവാണ്, ഒരു സംശയവുമില്ല. രണ്ടാമത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ എൻ്റെ ബഹുമാനപ്പെട്ട പാനലിസ്റ്റ് വലേരി സാറ് പറഞ്ഞിരുന്നു, ഡിഡ് വി ഹാവ് എ മിസ്റ്റേക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു സൂചന തന്നിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്, ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നതിന് മുമ്പ് അവിടെ എങ്ങനെയാണോ ഈ സംഭവങ്ങൾ ഉണ്ടായത് അതിന്റെ ഒരു ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഫിലിപ്പ് ക്യാമ്പൽ എന്നുള്ള ഒരു സൈനിക മേധാവി, ലഫ്റ്റനന്റ് കേണൽ, അദ്ദേഹമാണ് അവിടെ കഴിഞ്ഞ 2 തവണയും റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 അറ്റാക്കിന് ശേഷം റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. അദ്ദേഹം അതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അവിടെ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2, അവിടെ 20-ാം തീയതി വരെ ഇത്തരത്തിലുള്ള ഒരു എക്സ്പ്ലനേഷൻ അങ്ങോട്ട് കയറ്റി വിട്ടിരുന്നില്ല. ലോക്കലി അവര് ഇത്തരത്തിലുള്ള സൈന്യത്തിനോ അല്ലെങ്കിൽ അവിടുത്തെ ഇന്റലിജൻസിനോ നൽകാതെയാണ് അങ്ങോട്ട് കയറ്റി വിട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ചർച്ച ചെയ്യേണ്ട സമയമല്ല. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത്, ഇത് പാകിസ്ഥാൻ എങ്ങനെ, നമുക്ക് ഏത് സ്ഥലത്തും ആർക്കും ആക്രമിക്കാൻ പറ്റും, ഫുൾ പ്രൂഫ് ഒരു ഡീറ്റെയിൽ കൊടുക്കാൻ പറ്റില്ല. അതല്ലെങ്കിൽ ഇങ്ങനത്തെ തന്നെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിരന്തരം അവിടെ ഒരു കൈകോർത്ത് പിടിച്ചുകൊണ്ട് പട്ടാളക്കാരെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും ഒരു ശാശ്വതമായ രീതിയല്ല.
അതല്ലെങ്കിൽ തന്നെ നമുക്കറിയാം അവിടെ ആർട്ടിക്കിൾ 370 മാറ്റിയതിനു ശേഷം സൈന്യം അവിടെ പിൻവലിക്കണമെന്നും അവിടെ സംസ്ഥാന സർക്കാരിനെ അവിടെ സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നും അവിടെ സംസ്ഥാനത്ത് ഭരണം തിരഞ്ഞെടുപ്പ് നടത്തണമെന്നും സുപ്രീം കോടതി പറഞ്ഞപ്പോൾ 1 വർഷം കൂടി നീട്ടി തന്നെമെന്ന് വളരെയേറെ പ്രാവശ്യം ഇന്ത്യൻ സർക്കാർ സൈന്യം പറഞ്ഞതാണ്. പക്ഷെ അതുകൂടെ കൂടാണ്ട് കഴിഞ്ഞ വർഷം തന്നെ തിരഞ്ഞെടുപ്പ് നടത്തണമെന്ന് 2023 പറഞ്ഞപ്പോൾ ആ തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്നപ്പോൾ ഇന്ന് സംസ്ഥാന സർക്കാരാണ് അവിടെ നമുക്കറിയാം ഈ സംസ്ഥാനത്തിന്റെ ക്രൈം സെക്യൂരിറ്റിയും എല്ലാം നോക്കുന്നത്. അപ്പോൾ അവരുടെ ഭാഗത്തുനിന്നും പ്രശ്നമുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആക്രമിക്കാൻ എളുപ്പമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് സൈന്യം, യുദ്ധം ഇതെല്ലാം ഒരു ഭാഗത്താണ്. പക്ഷേ മറ്റൊരു ഭാഗത്ത് ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് യുദ്ധത്തിന് ഒരുപക്ഷെ കുറച്ചുകൂടി സമയം വേണ്ടിവരും. കാരണം തൊട്ടടുത്തുള്ള നെൽപ്പാടങ്ങളൊക്കെ വിളഞ്ഞു നിൽക്കുന്നു. കർഷകർക്ക് അത് വിതച്ചത് കൊയ്തെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇന്റലിജൻസ് ക്ലിയറൻസും മറ്റുള്ളത് ഇന്റേണലി ഇപ്പൊ പാക് ഒക്കുപൈഡ് കാശ്മീർ ആണോ നമ്മളൊക്കെ മനുഷ്യാവകാശവും മനുഷ്യത്വമൊക്കെ പറഞ്ഞ് പലരും വന്നിട്ടുണ്ട് കേട്ടോ. അല്ല, അത് ഏത് കാലം മുട്ടിച്ചു, അത് പാടില്ല. അനിൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യക്ക് പാകിസ്ഥാനോ അല്ലെങ്കിൽ ചൈനയോ തൊട്ടടുത്തുള്ള ബർമയോ ഒന്നുമല്ല ശത്രുക്കൾ. നമുക്ക് അകത്ത് തന്നെയാണ് ഇത്തരം ശത്രുക്കൾ ഉള്ളത്. അവരെ നേരിടാനാണ് ആർമിക്കും അതല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനും ബുദ്ധിമുട്ടുള്ളത്. ഇത്തരത്തിൽ തെറ്റായ ഇപ്പൊ കസബിനെ വരെ തൂക്കിക്കൊല്ലരുതെന്ന് പറഞ്ഞ കാലഘട്ടമുണ്ട്. ഗുരുവിനെ, മറ്റേ അസ്ബൽ ഗുരുവിനെ തൂക്കിക്കൊല്ലരുത്, അദ്ദേഹത്തിന് നീതി ലഭിക്കണമെന്ന് പറഞ്ഞ ആളുകളും എല്ലാം ഉണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ അർബൻ നക്സൽസിനെയും ഇന്ത്യയിലെ ഒഴിപ്പിച്ചു കഴിയുന്ന രാഷ്ട്രീയ വേഷമിട്ട നമ്മളുടെ സ്ലീപ്പർ സെല്ലിനെയും പാകിസ്ഥാൻ അനുകൂലികളെയുമാണ് ഇന്ത്യൻ സർക്കാരിനും പാകിസ്ഥാനും സേന ഒരു പ്രശസ്തമായ ചൊല്ലുപോലെ ശത്രുക്കളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടോളാം, മിത്രങ്ങളിൽ തന്നെ രക്ഷിക്കണേ ഈശ്വര എന്ന് പ്രാർത്ഥിച്ച ഒരു മഹാനായ ആളെ പോലെ ആർമിയും ഇന്ത്യൻ പട്ടാളവും അതുപോലെ തന്നെ ഇന്ത്യയിലെ ജനങ്ങളും പ്രാർത്ഥിക്കുന്നതും ആഗ്രഹിക്കുന്നതും സൈന്യത്തെയും അല്ലെങ്കിൽ പാകിസ്ഥാൻ സൈന്യത്തെ ഞങ്ങൾ നേരിട്ടോളാം, ഇന്ത്യയിലെ ശത്രുക്കളെ, സുഹൃത്തുക്കളെ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമെന്നായിരിക്കും ഒരുപക്ഷെ ഇന്ത്യൻ ജനതയും ഇന്ത്യൻ ആർമിയും പ്രാർത്ഥിക്കുന്നത്.